കാറ്റത്തെ കിളിക്കൂടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാറ്റത്തെ കിളിക്കൂട് ഇന്നത്തെ എപ്പിസോഡിലെന്ന് വെച്ചാൽ സുധീഷും നിധിയും കൂടി റിസപ്ഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ സുഭാഷ് വിചാരിച്ചു വരില്ല എന്ന്. അങ്ങനെ എല്ലായിടത്തും പറയാൻ പോയപ്പോഴത്തേക്കാണ് നിധി പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങുന്നത് കണ്ടത്. അപ്പോഴത്തേക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ എതിരേറ്റ് കൊണ്ട് സ്റ്റേജിലേക്ക് വരികയാണ് എല്ലാവരും കൂടി, സുധീഷിനെയും നിധിയെയും. അങ്ങനെ അവർ സ്റ്റേജിലേക്ക് വരികയും അപ്പോഴത്തേക്കും ഭാസ്കരൻ വരികയാണ്. ഭാസ്കരനാണെങ്കിൽ ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് എൻ്റെ മോൻ്റെ കല്യാണമല്ലേ, ഞാനാ കല്യാണം നടത്തുന്നത് എൻ്റെ മോൻ്റെ എന്ന് പറഞ്ഞ് വരികയാണ്. അങ്ങനെ എല്ലാവരും കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാസ്കരനെ. അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് നീക്ക് എന്ന് പറയുന്നുണ്ട്. എന്തിനാ അങ്ങോട്ട് നീങ്ങിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരാളെ വിളിച്ച് പറയുന്നുണ്ട്, ആ ഹാരമൊക്കെ കൊണ്ടുവന്നേന്ന്. അങ്ങനെ 2 ഹാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയാണ്. അങ്ങനെ നിധി നോക്കിക്കൊണ്ടിരിക്കുക. നിധി പറയുക, സുധീഷിൻ്റെ പറയുന്നുണ്ട്, വേണ്ട വേണ്ട ഒന്നും വേണ്ട, ഞാൻ റിസപ്ഷന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വെറുതെ വന്ന് നിന്നതാ, പക്ഷേ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭാസ്കരനാണെങ്കിൽ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഭാസ്കരനാണെങ്കിൽ പറയുന്നുണ്ട്, ആ ഹാരം അങ്ങോട്ട് കൊടുത്തേ, നീ ഈ ഹാരം അവൾക്ക് പണിയണം, നീ ഇടണം, അതാ ഞാൻ നടത്തുന്ന കല്യാണമോ നിൻ്റെ, ഈ ഇരിക്കുന്ന എല്ലാവരും കാണണം, അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ സുധീഷാണെങ്കിൽ മനസ്സോടെ അങ്ങോട്ട് ഹാരം അണിയിക്കുകയാണ്. എന്നാൽ നിധിയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ നിധിയാണെങ്കിൽ ഹാരം ഇടാൻ ഒരിക്കലും സമ്മതിക്കുന്നില്ല. അങ്ങനെ നിധിയാണെങ്കിൽ ഇടുന്ന സുധീഷ് പറയുന്നുണ്ട് ഹാരം ഇടാൻ വേണ്ടി. എല്ലാവരും നോക്കിയിരിക്കുകയല്ലേ, അവർ പരസ്പരം മാല ഇടുന്നേ. അങ്ങനെയാണെങ്കിൽ മാല പിന്നെ ഇട്ട് കൊടുക്കുകയാണ് നിധി. അങ്ങനെ എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ സുഭാഷാണ് ആദ്യമായിട്ട് നോക്കി നിൽക്കുന്നത്. ഇങ്ങനെയൊന്നും വിചാരിച്ചതല്ല, സുഭാഷിനെ അറിയത്തില്ലായിരുന്നു. എന്നാൽ നിധി പറഞ്ഞപ്പോഴത്തേക്കാണ് എല്ലാ കാര്യം അറിഞ്ഞത്. എന്നാൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സുധീഷ് ചിന്തിക്കുന്നു. ബാക്കിയുള്ള അനിയന്മാർക്ക് എല്ലാവർക്കും സന്തോഷമാണ് ഇത് കണ്ടപ്പോഴത്തേ തന്നെ. അതുപോലെ ഭാസ്കരന് അടുത്ത് പറയുകയാണ്, ഇനിയും ഒരു ചടങ്ങ് കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു താലിമാല എടുക്കുകയാണ് ഭാസ്കരൻ. എടുത്തിട്ട് പറയുന്നുണ്ട്, ഈ മാല അവൾക്ക് അണിഞ്ഞു കൊടുത്തേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക, ചേട്ടന്മാരും അനിയനും. ഇതെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ, ഇതൊന്നും അവർ പ്രതീക്ഷിച്ചതല്ല അച്ഛൻ്റെ കാര്യത്തിൽ നിന്ന് എന്ന് സുധീഷ് പറയുന്നുണ്ട്. അങ്ങനെ നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, വേണ്ട ഇതൊന്നും വേണ്ട, അച്ഛൻ ഇങ്ങനെയല്ലായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല എന്നും പറയുന്നുണ്ട്. എന്താ വെച്ചാൽ അച്ഛൻ പറഞ്ഞതല്ലേ, ഇനിയൊന്ന് സമ്മതിക്ക് നിധി എന്ന് സുധീഷ് നിധിയെടുത്ത് പറയുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, വേണ്ട വേണ്ട ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരു സങ്കടഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഭാസ്കരനാണെങ്കിൽ താലിമാല എടുത്ത് കൊടുക്കുകയും അങ്ങനെ സുധീഷ് താലി കെട്ടുകയും ചെയ്യുന്നുണ്ട്. ആ നിമിഷം എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു. അങ്ങനെ ഭാസ്കരൻ പറയുന്നുണ്ട്, പഴയ താലി ആരെങ്കിലും വാങ്ങിച്ച് അതെന്തെങ്കിലും ചെയ്യുമോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മുത്തശ്ശി വരികയും ആ താലി വാങ്ങിച്ച് സുഭാഷിനെ ഏൽപ്പിക്കുകയും അത് പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ താലി വാങ്ങിച്ച് സുഭാഷ് കൊണ്ടുപോയി പൂജാമുറിയിൽ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും താലി കെട്ടി, ഇനി എൻ്റെ അനിയൻ നല്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അവർ ഇനി എല്ലാം മറക്കുകയും ഇനി ഒന്നേന്നൊരു പൊതുജീവിതം നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ സുധീഷാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങനെയൊന്നും ആവുമെന്ന് വിചാരിച്ചില്ല. ഈ റിസപ്ഷൻ്റെ കാര്യവും അതുപോലെ തന്നെ അച്ഛനിങ്ങനെ താലി ചേർത്ത് കൊടുക്കുമെന്നോ താലി വാങ്ങിച്ച് വെച്ചിരിക്കുകയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അതുപോലെ നിധിക്ക് താലി ചാർത്തിയത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. എന്തായാലും അത് ഭയങ്കര സന്തോഷമുള്ളത് എല്ലാവർക്കും. എന്നാൽ കണ്ടു നിൽക്കുന്നവർക്ക് മാത്രം ഒരു അസൂയയുണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ അവരാർക്കും കണ്ടുകൂടാ, ആ ഏരിയയിലുള്ളതും ആ ഒരു നാട്ടുകാർക്കും അതുപോലെ തന്നെ ബന്ധുക്കൾക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഇവർ. അതുകൊണ്ട് തന്നെയാണ് ഭാസ്കരന് ഭയങ്കര ഒരു ഈ കല്യാണം ഒരു നല്ല രീതിയിൽ എടുക്കണമെന്നൊരു തീരുമാനം ഉണ്ടായിരുന്നത് എല്ലാവരും മുമ്പിൽ. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
അങ്ങനെ സുധീഷും നിധിയും സുഭാഷും എല്ലാ അനിയന്മാരും എല്ലാവരും കൂടെ ഫോട്ടോയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നിധിക്ക് ഒരു സങ്കടഭാവമാണ്. അങ്ങനെ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട് ഒന്ന് ചിരിക്കാനൊക്കെ. എന്നാൽ ഭയങ്കര സങ്കടഭാവത്തായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, സുഭാഷിന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ സുധീഷ് പറയുന്നുണ്ട് എന്നാലും നിധി വളരെ ഒരു ഉപകാരമാണ് ചെയ്തത്, ഇങ്ങനെയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത് സുധീഷ്. എന്നിട്ട് ഭാസ്കരൻ പറയുന്നുണ്ട് എന്തായാലും എല്ലാവരും ഇനി വന്നതല്ലേ, ഇനി ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പോകാൻ വേണ്ടി എന്നും പറയുന്നുണ്ട്. അതുപോലെ ആ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കുകയും ചെയ്തു. അങ്ങനെ അനിയന്മാരും സുഭാഷും സുധീഷും എല്ലാവരും കൂടി പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഒരു ആഗ്രഹം നടന്നത്, നമ്മുടെ വീട്ടിൽ ഒരു പെണ്ണ് വന്നു, അത് എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കുള്ള ഒരു മറുപടിയാണ് ഈ കല്യാണം. അത് നടന്നു, നല്ല കാര്യമാണ് എന്ന് എല്ലാവരും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിയുടെ വീട്ടുകാരാണെങ്കിൽ നിധിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും നിധിയുടെ അവസ്ഥ, നിധി ഇപ്പോൾ എന്ത് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ അമ്മ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിധിയുടെ ചേട്ടനും അച്ഛനും എന്നാലും വിട്ടു പോയെങ്കിലും അവർക്ക് ആർക്കും മറക്കാൻ പറ്റില്ല നിധിയെ. അത്രയ്ക്ക് നല്ല രീതിയിൽ വളർത്തിയ മോളിങ്ങനെയൊക്കെ പോയെന്നറിയുമ്പോൾ